السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെയും നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 156 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആനി ഇന്നമാ ഇസ്തസല്ലഹുമുശ് ശൈത്താനു ബിബഅദി മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. നമുക്കിതിൻ്റെ വാക്കർത്ഥങ്ങളൊന്ന് നോക്കാം. ഇന്നല്ലദീന തവല്ലൗ, ഇന്നല്ലദീന ഒരു വിഭാഗം ആളുകൾ, തവല്ലൗ അവർ പിന്തിരിഞ്ഞു, മിങ്കും നിങ്ങളിൽ നിന്ന്, നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു. യൗമ ഇൽത്തഖൽ ജംആനി, ആ ദിനത്തിൽ, ഇൽത്തഖ അവർ കണ്ടുമുട്ടി, അൽ ജംആനി രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിനത്തിൽ നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു. ഉഹദ് യുദ്ധ സന്ദർഭമാണ്. ഇന്നമാ ഇസ്തസല്ലഹുമുശ് ശൈത്താനു ബിബഅദി മാ കസബു. ഇന്നമാ, അതിൻ്റെ കാരണം നിശ്ചയമായും, ഇസ്തസല്ലഹും അവരെ അടിപണിക്കാർ ശ്രമിച്ചതാണ്. അടിപതറിക്കുക, അശൈത്താൻ, പിശാച്, പൈശാചിക ശക്തികളാണ് അവരെ അങ്ങനെ അടിപതറിക്കുവാൻ കാരണമാക്കിയത്. അവർ പൈശാചിക ശക്തികളുടെ പിടിയിൽ അമർന്നു പോയതുകൊണ്ട് അവർക്ക് അതിന് കഴിയാതെ പോയി. അതിൻ്റെ കാരണം ബിബഅദി മാ കസബു, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. മാ കസബു, അവർ സമ്പാദിച്ച, അവർ പ്രവർത്തിച്ച അവരുടെ ചില പ്രവർത്തനങ്ങൾ മൂലമാണ് ഈ പിശാചിൻ്റെ പിടിയിൽ അവർ അമർന്നു പോയത്. നമുക്ക് ഇപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആൻ ക്ലാസ് നടക്കുന്നു. നമ്മളിൽ ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട്, ആണും പെണ്ണും കുട്ടികളുമായിട്ട്. അവർക്കാർക്കും ഇതിനോട് അത്ര താല്പര്യം വരുന്നില്ല. ഒന്നുകിൽ അവരുടെ നിദ്ര,
അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ, അല്ലെങ്കിൽ അവർക്ക് ഇതിനോടുള്ള മനോഭാവം, ഇതെല്ലാം അവരുടെ പ്രവർത്തനങ്ങളാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇസ്തസല്ലഹുമുഷൈത്താൻ, പിശാജ് അവരെ അടിപതറിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ പിശാജിൻ്റെ പിടിയിൽ നമ്മൾ അമർന്നു പോകുമ്പോൾ ഈ നല്ല കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ പോകും. ഇത് നല്ല കാര്യം ആണ് എന്ന് നമുക്ക് ബോധ്യം വരികയും അത് ഇഹലോകത്തും പരലോകത്തും പ്രതിഫലദായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ കൊച്ചു വെളുപ്പകാലത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതിന് പകരം അതിനേക്കാൾ വലിയ സുഖം തേടി ചില സഹോദരങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ സുഖനിദ്രയിലും അലസതയിലുമാണ്. നമ്മുടെ ഇമാം 2-3 ദിവസം മുമ്പ് ഒരു കത്തിലൂടെ ആവശ്യപ്പെട്ടതാണ്. ഞാൻ ഈ കാര്യം ഓർത്ത് വളരെ ദുഃഖിക്കുന്നു. അവരുടെ കാര്യം എനിക്ക് വളരെ വേദനയുണ്ടാകുന്നു. ഈ നൂറ്റാണ്ടിൽ അള്ളാഹു അവരുടെ മുമ്പിൽ തുറന്നു വെച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നേരെ അവർ മുഖം തിരിച്ചു കളയുന്നു. എല്ലാവർക്കും എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ? ബിമാക്കസുബു വലക്കത് ആഫല്ലാഹു. എന്നിട്ടും നമ്മൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നു എങ്കിൽ വലക്കത് ആഫല്ലാഹു അൻഹും, അവർക്ക് അള്ളാഹു മാപ്പ് ചെയ്തിരിക്കുന്നു. എന്നല്ലാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു തആല അങ്ങേയറ്റം മാപ്പ് ചെയ്യുന്നവനാണ്. എത്ര നന്ദി കെട്ട വാക്ക് പറഞ്ഞാലും എത്ര നന്ദി കേട് കാണിച്ചാലും വീണ്ടും വീണ്ടും അള്ളാഹു അവൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്കും മാപ്പ് ചെയ്തു കൊടുക്കുന്ന ആ ഗുണവിശേഷം അവനിലുള്ളത് കൊണ്ടാണ്. അതുപോലെ ഹലീമുൻ, അവൻ അങ്ങേയറ്റം ആർദ്രതയുള്ളവനാണ്. ഹലീം എന്ന് പറഞ്ഞാൽ ശാന്ത സ്വഭാവിയാണ്. അല്ലാഹു തആലയ്ക്ക് വിവിധ മുഖങ്ങളുണ്ട്. അതിൽ 1-2 മുഖങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഗഫൂർ എന്നും ഹലീം എന്നും പറയുന്നു. അങ്ങേയറ്റം ശാന്ത സ്വഭാവത്തോടുകൂടി അവൻ ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നു. എത്ര മോശമായ പ്രവർത്തനങ്ങൾ ചെയ്താലും അവരുടെ നേരെ അവൻ അപ്രകാരം തിരിയുന്നു. ഇതിന് വിശദീകരണം നൽകുന്നു ഹസരത്ത് ഖലീഫത്തുള്ള. ഈ കപടവിശ്വാസികൾക്ക് കോവർഡൈസ് ഈസ് വൺ ആട്രിബ്യൂട്ട് ഓഫ് സാത്താൻ. പിശാജിൻ്റെ അനേകം ഗുണവിശേഷങ്ങളുണ്ട്. അതിൽ ഒരു ഗുണവിശേഷം കോവർഡൈസ്. അവൻ ഭീരുവാണ്, ഭീരുത്വം കാണിക്കും. ശരിയായ നിലയിൽ കാര്യങ്ങൾ കാണുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. അവൻ ഭീരുവാണ്. ആൻഡ് എലോങ് വിത്ത് അരഗൻസ്, ആ ഭീരുത്വത്തിൻ്റെ കൂടെ അവൻ അരഗൻസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യം, ഞാനെന്ന ഭാവം, എന്നിൽ കവിഞ്ഞ ആരുമില്ല എന്നുള്ള കാര്യം. അവൻ്റെ ഇഷ്ടമെന്താണോ അതനുസരിച്ച് അവൻ പ്രവർത്തിക്കും. ഇപ്പം അള്ളാഹിൻ്റെ ഒരു ദൂതൻ വന്നു, എന്നിട്ട് അല്ലാഹു തആലയുടെ ഗ്രന്ഥത്തെ വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനുള്ള സൗകര്യങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു പൈശാചിക ഗുണവിശേഷത്തിന് അവർ കീഴ്പ്പെടുന്നത് കൊണ്ടാണ്, അവരുടെ ധാർഷ്ട്യം കൊണ്ടാണ്. ഞാനിപ്പോൾ ഇതിൽ പങ്കെടുത്തില്ല എന്ന് വിചാരിച്ച് എനിക്ക് എന്തോ പറ്റുമെന്നാണ്, ഒന്നും പറ്റത്തില്ല എന്നൊക്കെ അവർ കരുതുകയാണ്. ആൻഡ് എസെൻസ് ഓഫ് ഹൈ സുപ്പീരിയോറിറ്റി, അതുപോലെ ഞാൻ എല്ലാവർക്കും മേലെയാണ് എന്നുള്ള ഭാവം. അപ്പം 3 ഗുണങ്ങളാണ് പിശാചിൻ്റെ ഇവിടെ പറഞ്ഞത്. സാത്താൻ, മനുഷ്യരിലും സാത്താന്മാരുണ്ട്, ജിന്നുകളിലും സാത്താന്മാരുണ്ട്. മറഞ്ഞിരുന്നു കൊണ്ടും തെളിഞ്ഞിരുന്നു കൊണ്ടും ഒക്കെ പ്രത്യക്ഷമാകുന്ന സാത്താന്മാരും. അപ്പോൾ
അവർക്ക് കാര്യം എന്താണ്? ഒന്ന് ഭീരുത്വമാണ്, മറ്റൊന്ന് ഞാനെന്ന ഭാവമാണ്, മറ്റൊന്ന് എൻ്റെ മേലെ വേറെ ആരുമില്ല എന്നുള്ളത്. ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് ദ കോർ ഫെയ്ത്ത് ഓഫ് ഈമാൻ ഇൻ ഗോഡ്. ഇതുമൂലം എന്ത് പറ്റുന്നു? അള്ളാഹുവിലുള്ള മനുഷ്യൻ്റെ വിശ്വാസം, ഏറ്റവും പ്രധാനമായ വിശ്വാസം, കോർ ഫെയ്ത്ത്സ് ഡിസ്ട്രോയ്, അത് നശിപ്പിച്ച് കളയുകയാണ്. ഈ 3 ഗുണം ഒരു മനുഷ്യനിലേക്ക് പൈശാചിക ശക്തിയുടെ ആവേശത്താൽ, തള്ളിക്കയറ്റത്താൽ പ്രവേശിക്കുമ്പോൾ അവനിൽ കഴിഞ്ഞ് ആരുമില്ല. സുപ്പീരിയോറിറ്റി ആരാ? അവൻ പറയാൻ ആരാ? അവൻ ചെയ്യാൻ ആരാ? ഞാനല്ലേ വലുത് എന്നുള്ള ആ ഭാവം ഒരാളിലേക്ക് കടന്നു വരുമ്പോൾ അവനിൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ്റെ ഈമാൻ, ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഈമാൻ, ദൈവത്തിലുള്ള വിശ്വാസം. ആ ദൈവത്തിലുള്ള വിശ്വാസം അവന് നഷ്ടപ്പെട്ടു പോകുന്നു. എമംഗ് ദ ഹിപ്പോക്രൈറ്റ്സ്, ഈ കപട വിശ്വാസങ്ങളിൽപ്പെട്ടവരാണ് ദർ ആർ ദ ഡൈ ഹാർട്ട് വൺസ്, അവർ വലിയ പിടിവാശിക്കാരാണ്, അവർ അതിൽ നിന്നും മാറില്ല. ആൻഡ് ദ വീക്ക് ഓഫ് ഫെയ്ത്ത്സ്, അതുപോലെ വിശ്വാസ ദൗർബല്യമുള്ളവരും പിടിവാശിക്കാരുമാണ്. ഫെയ്ത്ത് റിയലൈസ് ദെയർ മിസ്റ്റേക്സ് ആൻഡ് ദ വീക്ക് ഓഫ് ഫെയ്ത്ത് ഹു ആർ സെഡ്യൂസ്ഡ് ബൈ ദ വേഴ്സ് ഓഫ് ദ ഫോർമർ, ഈ പിശാചിൻ്റെ വാക്കുകളിൽ അവർ പ്രേരിതരായിത്തീരും. ഈ കപടന്മാരായ ആളുകളുടെ നേതാക്കന്മാരുണ്ട്, അവരെല്ലാവരും കൂടി അതൊരു സംഘമാണ്. അപ്പോൾ അവരുടെ വാക്കുകളിൽ പ്രേരിതരായി, അവരുടെ വിശ്വാസ ദൗർബല്യം കൊണ്ട്, അവരുടെ പിടിവാശി കൊണ്ട് അവർ കപട വിശ്വാസികളായി മാറുകയാണ്. വൺസ് ദ വീക്ക് ഓഫ് ഫെയ്ത്ത് റിയലൈസ് ദെയർ മിസ്റ്റേക്സ്, ഇനി ആരെങ്കിലും ഒരിക്കൽ അവരുടെ ഈ തെറ്റുകൾ ബോധ്യപ്പെടുകയാണെങ്കിൽ, വിശ്വാസത്തിന് മങ്ങലേറ്റുപോയി എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, വൺസ് ദ വീക്ക് ഓഫ് ഫെയ്ത്ത് റിയലൈസ് ദെയർ മിസ്റ്റേക്സ് ആൻഡ് റിപ്പൻറ്റ്, എന്നിട്ട് പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അലോങ് വിത്ത് എ പാർട്ടി ഓഫ് ദ ഹിപ്പോക്രൈറ്റ്സ്, കപടവിശ്വാസികളായ ആളുകളോടൊപ്പം ചേർന്ന് അതിൽ നിന്ന് പശ്ചാത്തപിച്ച് അവർ മടങ്ങുകയാണെങ്കിൽ, ഈ കപടവിശ്വാസികൾക്കെല്ലാം therefore Allah turns to them in mercy, അള്ളാഹു തആല അവരുടെ നേരെ കാരുണ്യത്തോടെ തിരിയുന്നതാണ്. അപ്പോൾ ഈ കപടവിശ്വാസികളായ ആളുകൾ വലിയ സംഘവും വലിയ ആളുകളുമാണ്. അവരൊരിക്കൽ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് വീണ്ടും തിരികുകയാണെങ്കിൽ, അള്ളാഹു തആല കാരുണ്യത്തോടുകൂടി ഈ അതിക്രമകാരികളോട് പെരുമാറുന്നതാണ്. അവർ പശ്ചാത്തപിക്കണം. ലൈക്വൈസ് ഇൻ ദ കേസ് ഓഫ് ദ ഹിപ്പോക്രൈറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് ഉഹുദ്, ഉഹുദ് യുദ്ധവേളയിൽ കപടവിശ്വാസികളുടെ കാര്യം ഇതിന് ഉദാഹരണമാണ്. മെനി വെയർ ബിഗെയിൽഡ് ബൈ ദ വിസ്പേഴ്സ് ഓഫ് ദ ഡൈ ഹാർഡ് ഹിപ്പോക്രൈറ്റ്സ്, ഈ പിടിവാശിക്കാരായ കപടവിശ്വാസികളുടെ മന്ത്രണം, ചെവിയിൽ മന്ത്രിച്ചത് കേട്ട് അവർ ഉല്ലാസഭരിതരായി. ഹു വെയർ ഹെൽബെൻറ്റ്, അവർ നശിക്കാൻ ഉദ്ദേശിച്ച ആളുകളായിരുന്നു. ടു കൺവിൻസ് ദ മെജോറിറ്റി ഓഫ് മുസ്ലിംസ്, മുസ്ലിങ്ങളുടെ ബഹുഭൂരിഭാഗത്തെയും അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ടു ലിസൺ ടു ദം, അവർ പറയുന്നത് കേൾക്കുക. ആൻഡ് സ്റ്റേ ബാക്ക്, എന്നിട്ട് പിന്മാറി നിൽക്കുക. ഇൻസ്റ്റെഡ് ഓഫ് മാർച്ചിങ് ടുവേഴ്സ് ദെയർ ഡെത്ത്സ്, നിങ്ങൾ നിങ്ങളുടെ മരണത്തിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ മരണത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ എന്ന് അവരുടെ തലവന്മാർ പറഞ്ഞപ്പോൾ കൂടുള്ളവരെല്ലാം ഉല്ലസിച്ച് ആനന്ദിച്ച് ഈ കപടവിശ്വാസികളുടെ നേതാവിനോടൊപ്പം അവരോടൊപ്പം അങ്ങ് പോയി. ഇത് അവിടെ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്. അത് ഇന്നും ഇപ്പോഴും ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഉല്ലസിക്കുന്നവർ സൂക്ഷ്മത പാലിച്ചിരുന്നു എങ്കിൽ, ദീനിനു വേണ്ടി നിലകൊണ്ടിരുന്നു എങ്കിൽ, അത് അവരുടെ സ്വന്തം ആത്മാവിനും രക്ഷയ്ക്കും ആണ് എന്ന യാഥാർത്ഥ്യം അവർ അറിഞ്ഞിരുന്നു എങ്കിൽ, അവർ ഇന്ന് സ്വീകരിക്കുന്ന ഈ നടപടികളിൽ നിന്ന്, അന്ന് അവർ സ്വീകരിച്ചിരുന്ന നടപടികളിൽ നിന്ന് അവർ മാറുമായിരുന്നു. ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന നടപടികളിൽ നമ്മളും മാറുമായിരുന്നു.
ഈ പാഠങ്ങളൊക്കെ വീണ്ടും ഈ കാലത്ത് സൂര്യപ്രഭാതം പോലെ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായിട്ട് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.